ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. എക്കണോമിക്സ് സെക്കൻഡ് ഇയർ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. സെക്കൻഡ് ഇയറിൽ ഞാൻ മാക്രോ എക്കണോമിക്സിൻ്റെ പോർഷനാണ് നിങ്ങൾക്ക് എടുക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ്, ഇൻട്രൊഡക്ടറി ടു മാക്രോ എക്കണോമിക്സ്. ഈ പാർട്ടിൽ 6 ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്കുള്ളത്. 6 ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്കുള്ളത്. ഒന്നാമത്തെ ഇൻട്രൊഡക്ടറി ടു മാക്രോ എക്കണോമിക്സ് എന്നുള്ള ആ മൊഡ്യൂളിൽ വരുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ് ആണ്. സെക്കൻഡ് എന്ന് പറയുന്നത് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ആണ്. തേർഡ് എന്ന് പറയുന്നത് മണി ആൻഡ് ബാങ്കിങ് ആണ്. ഫോർത്ത് എന്ന് പറയുന്നത് ഇൻകം ഡിറ്റർമിനേഷൻ ആണ്. ഫിഫ്ത്ത് ചാപ്റ്റർ ഗവൺമെന്റ് ഫങ്ഷൻസ് ആൻഡ് സ്കോപ്പ്. സിക്സ്ത് ചാപ്റ്റർ ഓപ്പൺ എക്കോണമി മാക്രോ എക്കണോമിക്സ്. ഇൻട്രൊഡക്ടറി ടു മാക്രോ എക്കണോമിക്സ് എന്നുള്ള ആ ടോപ്പിക്കിൽ ഫസ്റ്റ് മോഡ്യൂളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ് ആണ്. ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ്. എക്കണോമിക്സ് സെക്കൻഡ് ഇയർ ടെക്സ്റ്റ് എന്ന് പറയുന്നത് 2 പാർട്ടാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ടറി ടു മൈക്രോ എക്കണോമിക്സ് ആണ്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ടറി ടു മാക്രോ എക്കണോമിക്സ് ആണ്. ഇൻട്രൊഡക്ടറി ടു മാക്രോ എക്കണോമിക്സ് ആണ് നമ്മൾ ഇന്നിവിടെ തുടങ്ങി വെക്കുന്നത്. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ്. ഈ 2 ടേം മൈക്രോ മാക്രോ ഇതിന്റെ വേർഡ് മീനിങ് അറിഞ്ഞിരിക്കണം ആദ്യം. എന്തുവാണ് മൈക്രോ? മൈക്രോ ആ വേർഡിൽ തന്നെ ഉണ്ട്. മൈക്രോ മീൻസ് സ്മോൾ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ കുറിച്ച് പഠിക്കുന്നതാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഒരു ഫേമിനെ കുറിച്ചാണെങ്കിൽ അത് മൈക്രോ എക്കണോമിക്സ് ആണ്. മാക്രോ എക്കണോമിക്സ് മീൻസ് അഗ്രിഗേറ്റ്. അഗ്രിഗേറ്റ് മീൻസ് ലാർജ് ഗ്രൂപ്പ്. ഒരു ഫേം അതിൽ ഉൾപ്പെടുത്തില്ല, നമ്പർ ഓഫ് ഫേംസ് ആണ് അതിൽ വരുന്നത്. അഗ്രിഗേറ്റ് എക്കണോമിക്സ് ആണ്. ഈ മാക്രോ എക്കണോമിക്സിനെ വേറെ ഒരു പേരിലും അറിയപ്പെടുന്നുണ്ട്. അതാണ് ഇൻകം തിയറി എന്ന് പറയുന്നത്. ഇൻകം തിയറി എന്ന് പറയുന്നതും മാക്രോ എക്കണോമിക്സിന്റെ വേറെ ഒരു പേരാണ്. മാക്രോ എക്കണോമിക്സ് മീനിങ് ഓഫ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് വിച്ച് ഡീൽസ് വിത്ത് അഗ്രിഗേറ്റ്സ്. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് which deals with the aggregates. The word microeconomics and macroeconomics was coined by were first coined by the Norwegian economist Ragnar Fresh in 1933. 1933 റാഗ്നർ ഫ്രഷ് എന്ന് പറയുന്ന നോർവീജിയൻ എക്കോണമിസ്റ്റ് ആണ് മൈക്രോ മാക്രോ എന്നുള്ള കൺസെപ്റ്റ് ആദ്യമായിട്ട് എക്കണോമിക്സിലോട്ട് കൊണ്ടുവന്നത്. ഈ 1933 മുമ്പ് അതൊരു ക്ലാസിക്കൽ തിയറി ആയിരുന്നു. ക്ലാസിക്കൽ എക്കോണമിസ്റ്റ് അതിൻ്റെതായ ഇത് കൊടുത്തിരുന്നു. ക്ലാസിക്കൽ ആ സമയത്ത് 1930 മുമ്പുള്ള കാലഘട്ടം 1929, 1930 ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടാകുന്നുണ്ട്. അമേരിക്കൻ എക്കോണമിയിൽ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഈ ക്ലാസിക്കൽ വ്യൂ, കെനീഷ്യൻ ക്ലാസിക്കൽ വ്യൂ തെറ്റാണെന്നും അത് ശരിയാകത്തില്ല എന്നുള്ള ഒരു മാനദണ്ഡത്തിൽ വീണ്ടും ആ മാക്രോ എക്കണോമിക്സിന് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. ജെഎം കെയ്ൻസ് ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ്. ജെഎം കെയ്ൻസ് ആണ് ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത് ജോൺ മൈനാർഡ് കെയ്ൻസ് ആണ്. ജെഎം കെയ്ൻസ് എന്നും പറയും. ജോൺ മൈനാർഡ് കെയ്ൻസ്. ജെഎം കെയ്ൻസ് എന്ന് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ജോൺ മൈനാർഡ് കെയ്ൻസിന്റെ ബുക്കിന്റെ പേരാണ് ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. ഇൻ 1936 അദ്ദേഹം അത് പബ്ലിഷ് ചെയ്തത്. എന്താണ് ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. ആ ബുക്ക് പബ്ലിഷ് ചെയ്തത് 1936 ആണ്. ഇത് 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ജോൺ മൈനാർഡ് കെയ്ൻസും റാഗ്നർ ഫ്രഷ് എന്നൊക്കെ ഉള്ളത് 1 വേർഡ് ക്വസ്റ്റ്യൻസ് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കണം. ജോൺ മൈനാർഡ് കെയ്ൻസ് അല്ലെങ്കിൽ ജെഎം കെയ്ൻസ് ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ്. ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ് ജോൺ മൈനാർഡ് കെയ്ൻസ് ആണ്. മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ്. ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ
ഇതെന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സ് എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ സ്റ്റഡിയാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് സ്റ്റഡിയാണ്. മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സ്റ്റഡിയാണ്. മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് സ്റ്റഡിയാണ്. യൂണിറ്റ് ഓഫ് സ്റ്റഡിയിൽ വരുന്നത്, യൂണിറ്റ് ഓഫ് സ്റ്റഡിയിലാണ് ഇത് വരുന്നത്. ഇൻഡിവിജ്വൽ മെത്തേഡും ഇൻഡിവിജ്വൽ യൂണിറ്റിനെ കുറിച്ചാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് യൂണിറ്റിനെ കുറിച്ചാണ്. മെത്തേഡ്, ഇവിടെ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സിൽ പാർഷ്യൽ ഇക്വിലിബ്രിയമാണ്. പാർഷ്യൽ ഇക്വിലിബ്രിയമാണ്. മാക്രോ എക്കണോമിക്സിൽ ജനറൽ ഇക്വിലിബ്രിയമാണ്. ജനറൽ ഇക്വിലിബ്രിയമാണ്. പാർഷ്യൽ എന്ന് വെച്ചാൽ ചെറുതായിട്ട് പഠിക്കുന്നത്, പാർഷ്യലായിട്ട് പഠിക്കുന്നത്. മറ്റേ ജനറൽ എന്ന് വെച്ചാൽ ഹോൾ സ്റ്റഡി, ഒരു യൂണിറ്റിനെ മൊത്തത്തിൽ എടുത്ത് പഠിക്കുന്നു. ഒരു യൂണിറ്റിനെ കുറിച്ചാണെങ്കിൽ പാർഷ്യലാണ്, മൊത്തത്തിലാണെങ്കിൽ അത് ജനറൽ ആണ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് വ്യൂ പോയിന്റ്. വ്യൂ പോയിന്റിൽ വരുന്നത് വേംസ് ഐ വ്യൂ ആണ്. വേംസ് ഐ വ്യൂ ആണ്. വേംസ് ഐ വ്യൂ ആണ്. വേംസ് ഐ വ്യൂ ആണ്. ഇവിടെ ബേർഡ്സ് ഐ വ്യൂ ആണ്. ബേർഡ്സ് ഐ വ്യൂ ആണ്. വേംസ് എന്ന് പറയുന്നത് ചെറിയൊരു ഇതാണെന്ന് നിങ്ങൾക്കറിയാം. വേംസിന്റെ ഐ വ്യൂയിലൂടെ കാണുന്നതാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ആദ്യമേ പറഞ്ഞു ഇൻഡിവിജ്വൽ യൂണിറ്റ് ആണ്, അതുകൊണ്ടാണ് പാർഷ്യൽ ഇക്വിലിബ്രിയം വേംസ് ഐ വ്യൂ ആയത്. ഇവിടെ അഗ്രിഗേറ്റ് ആണ്, ജനറൽ ഇക്വിലിബ്രിയം ആണ്, ബേർഡ്സ് ഐ വ്യൂ ആണ്. ഇനി എക്സാമ്പിൾ ആയിട്ട് ഇതിന് പറയാവുന്നത്, എക്സാമ്പിൾ ഫോർ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയാവുന്നത് ഡിമാൻഡ് ഫോർ എ പെൻ, ഒരു പേനയുടെ വില. ഡിമാൻഡ് ഫോർ എ പെൻ, സാലറി ഓഫ് എ പേഴ്സൺ, ഒരാളുടെ സാലറി. അവിടെ സാലറി ഓഫ് ഹോൾ പേഴ്സൺ ആവുമ്പോഴോ അത് ഏതിൽ വരും? മാക്രോ എക്കണോമിക്സിൽ വരും. ഇത് ഡിമാൻഡ് ഫോർ എ പെൻ, ഡിമാൻഡ് ഫോർ എ പെൻ, ഡിമാൻഡ് ഫോർ എ പെൻ, സാലറി ഓഫ് എ പേഴ്സൺ, സാലറി ഓഫ് എ പേഴ്സൺ. ഇവിടെ അപ്പം ഈ മാക്രോ എക്കണോമിക്സിൽ എന്തൊക്കെ വരാം? നാഷണൽ ഇൻകം, ഒരു ദേശത്തിന്റെ വരുമാനം, നാഷണൽ ഇൻകം എന്നായി ഇട്ടാൽ മതി നിങ്ങൾ. നാഷണൽ ഇൻകം, അഗ്രിഗേറ്റ് ഡിമാൻഡ്, ഇൻഫ്ലേഷൻ, മണി സപ്ലൈ, ഇതെല്ലാം ഏതിൽ വരും? മാക്രോ എക്കണോമിക്സിന്റെ എക്സാമ്പിൾ ആയിട്ട് വരും. സ്കോപ്പ് ഓഫ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്, സ്കോപ്പ് എന്ന് വെച്ചാൽ സാധ്യത. എന്തൊക്കെ സാധ്യതകളാണ്, ഏതെല്ലാം തരത്തിലുള്ള സാധ്യതകളാണ് മാക്രോ എക്കണോമിക്സ് മൂലം ഉണ്ടാകുന്നത്? ദ മേജർ സ്റ്റഡി ഏരിയ ഓഫ് സ്റ്റഡി ഓഫ് മാക്രോ എക്കണോമിക്സ് ആർ ആസ് ഫോളോയിങ്. 6 ഏരിയാസ് ആണ് നമുക്ക് ഇവിടെ പറയുന്നത് സ്കോപ്പ്. ഒന്നാമത്തെന്ന് പറയുന്നത് തിയറി ഓഫ് നാഷണൽ ഇൻകം. തിയറി ഓഫ് നാഷണൽ ഇൻകം, നാഷണൽ ഇൻകത്തെ കുറിച്ചുള്ള സാധ്യതകളുണ്ട്. തിയറി ഓഫ് ഇൻഫ്ലേഷൻ, തിയറി ഓഫ് എക്കണോമിക് ഗ്രോത്ത്, തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, തിയറി ഓഫ് ട്രേഡ് സൈക്കിൾസ്, തിയറി ഓഫ് മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസീസ്. ഒരു രാജ്യത്തിന്റെ നാഷണൽ ഇൻകത്തിന്റെ ഡെവലപ്മെന്റ്, നാഷണൽ ഇൻകം എന്ന് വെച്ചാൽ എന്തുവാണ്? ദേശീയ വരുമാനത്തെ കുറിച്ചൊക്കെയുള്ള സാധ്യതകൾ. തിയറി ഓഫ് നാഷണൽ ഇൻകം, തിയറി ഓഫ് ഇൻഫ്ലേഷൻ, തിയറി ഓഫ് എക്കണോമിക് ഗ്രോത്ത്, തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, തിയറി ഓഫ് ട്രേഡ് സൈക്കിൾസ്. ട്രേഡ് സൈക്കിൾസ് എന്ന് പറയുന്നത് ഒരു സൈക്കിളിന്റെ ചെയിൻ പോലെ, റിസഷൻ, ബൂം, ഡിപ്രഷൻ, അത് നിങ്ങൾ ഇനി പഠിക്കുന്നുണ്ട്. ട്രേഡ് സൈക്കിളിനെ കുറിച്ചുള്ള ഇത്. തിയറി ഓഫ് മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസീസ്. ഫിസിക്കൽ പോളിസീസ് മീൻസ് ഗവൺമെന്റ് പോളിസീസ്. ഇതെല്ലാം ഇതിന്റെ സാധ്യതകളാണ്. സ്കോപ്പ് ഓഫ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് അപ്പൊ 6 എണ്ണമാണുള്ളത്. തിയറി ഓഫ് നാഷണൽ ഇൻകം, തിയറി ഓഫ് ഇൻഫ്ലേഷൻ, തിയറി ഓഫ് എക്കണോമിക് ഗ്രോത്ത്, തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, തിയറി ഓഫ് ട്രേഡ് സൈക്കിൾസ്, തിയറി ഓഫ് മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസീസ്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് ആണ്. ഇമ്പോർട്ടൻസ് ഓഫ് മാക്രോ. വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്? മാക്രോ എക്കണോമിക്സ് ഏതെല്ലാം തരത്തിൽ നമ്മളെ സഹായിക്കുന്നുണ്ടെന്നുള്ളത്. ഇവിടെ ഒരു 4 ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. ഇതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കാം, ഉണ്ട്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഒരു 4 ഇമ്പോർട്ടൻസ് ആണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഹെൽപ്ഫുൾ ടു അണ്ടർസ്റ്റാൻഡ് ദ ഫങ്ഷനിങ് ഓഫ് ദി എക്കോണമി. ഒരു എക്കോണമിയുടെ ഫങ്ഷനിങ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഹെൽപ്ഫുൾ ടു അണ്ടർസ്റ്റാൻഡ് ദ ഫങ്ഷനിങ് ഓഫ് ദി എക്കോണമി. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഹെൽപ്ഫുൾ ടു കമ്പയർ വേരിയസ് എക്കോണമീസ്.
പല എക്കോണമിയുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാൻ കഴിയുന്നുണ്ട്. ഹെൽപ്ഫുൾ ടു കമ്പയർ വേരിയസ് എക്കോണമീസ്. ഹെൽപ്ഫുൾ ടു കമ്പയർ വേരിയസ് എക്കോണമീസ്. മൂന്നാമത്തേന്ന് പറയുന്നത് ഹെൽപ്ഫുൾ ഇൻ പ്ലാനിങ് അല്ലെങ്കിൽ യൂസ്ഫുൾ ഇൻ പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. പ്ലാനിങ്ങിനും ഫോർകാസ്റ്റിങ്ങിനും എങ്ങനെയായിരിക്കണം എല്ലാ എക്കോണമിക്കും നമുക്കറിയാം പ്ലാനിങ് ഉണ്ട്. പ്ലാനിങ് ഇല്ലാതെ ഒരു എക്കോണമി വിജയിക്കത്തില്ല. എക്കോണമി മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലാണെങ്കിലും നമുക്ക് പ്ലാനിങ് ഇല്ലാതെ ഒന്നും നമുക്ക് നേടിയെടുക്കാൻ ഒക്കത്തില്ല. ഇപ്പൊ ഈ കോവിഡ് ഒക്കെ വന്നിട്ട് തന്നെയും ഈ പ്ലാനിങ് ഗവൺമെന്റിന്റെ ഒരു പ്ലാൻ അനുസരിച്ച് നീങ്ങുന്നതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഈ റിസൾട്ട് വരാനും അല്ലെങ്കിൽ അടുത്ത ഒരു അക്കാഡമിക് ഇയർ ഈ ഒരു ഓൺലൈൻ ടീച്ചിങ്ങിലൂടെ കൊണ്ടുപോകണം എന്നൊക്കെയുള്ള ഒരു പ്ലാനിങ്. അതാണ് വിക്ടേഴ്സ് ചാനൽ വഴി നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ തരുന്നില്ലേ, അതും ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട്. അതുപോലെ തന്നെ മാക്രോ എക്കണോമിക്സിലും എന്തുണ്ട്, പ്ലാനിങ് അല്ലെങ്കിൽ ഫോർകാസ്റ്റിംഗ് ഉപയോഗിക്കുന്നുണ്ട്. യൂസ്ഫുൾ ഇൻ പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. ഒരു എക്കോണമിയുടെ വിജയത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ വിജയത്തിനാണെങ്കിലും എന്ത് വേണം, നമുക്ക് പ്ലാനിങ്ങും ഫോർകാസ്റ്റിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ ആ ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. നിങ്ങളൊരു അക്കാഡമിക് ഇയറിൽ നിങ്ങൾ ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളൊരു പ്ലാനിങ് നിങ്ങൾ തന്നെ ആയിട്ട് എടുക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നേറി പോകാനൊക്കത്തുള്ളൂ. ഇത്രയും ഒരു ലാഗ് വരുമ്പം നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡ് നിങ്ങൾ ഈ ഒരു ടീച്ചിങ്ങിൽ നിങ്ങൾ തിരഞ്ഞെടുക്കണം. കാരണം ഞങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം തന്നെ. ഒരു ഹയർ സ്റ്റഡീസ് ഒക്കെ ആകുമ്പോൾ നോട്ട്സ് തന്നെ പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്നത് ഭയങ്കര നല്ലതാണ്. നമുക്കത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എഫക്റ്റാണ് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സന്ദർഭം നിങ്ങൾ നന്നായിട്ട് വിനിയോഗിക്കണം. നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് ആണ്. മാക്രോ എക്കണോമിക്സിൽ പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ് വന്നപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് പറഞ്ഞത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹെൽപ്ഫുൾ ടു അണ്ടർസ്റ്റാൻഡ് ദ ഫങ്ഷനിങ് ഓഫ് ദി എക്കോണമി. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഹെൽപ്ഫുൾ ടു കമ്പയർ വേരിയസ് എക്കോണമീസ്. തേർഡ് എന്ന് പറയുന്നത് യൂസ്ഫുൾ ഇൻ പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. ഫോർത്ത് എന്ന് പറയുന്നത് ഹെൽപ്ഫുൾ ഇൻ ഫോർമേഷൻ ഓഫ് എക്കണോമിക് പോളിസീസ്. ഹെൽപ്ഫുൾ ഇൻ ദി ഫോർമേഷൻ ഓഫ് ദി എക്കണോമിക് പോളിസീസ്. അതായത് ഈ 4 എണ്ണമാണ് ഇമ്പോർട്ടൻസിൽ പറയുന്നത്. നമ്മളിപ്പം ഫസ്റ്റ് മീനിങ് പറഞ്ഞു, മാക്രോ ഡിഫറൻസ് പറഞ്ഞു, ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ് പറഞ്ഞു, ഈ മാക്രോ എന്നുള്ള കൺസെപ്റ്റ് ആരാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു, ഗ്രേറ്റ് ഡിപ്രഷൻ 1929 കുറിച്ച് പറഞ്ഞു. ആ ഗ്രേറ്റ് ഡിപ്രഷന് ശേഷമാണ് എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് എന്നുള്ള കൺസെപ്റ്റ് വരുന്നത്. ഗ്രേറ്റ് ഡിപ്രഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പലതവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നിങ്ങളത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ടെക്സ്റ്റിൽ നോക്കി നന്നായിട്ട് അതിൻ്റെ വർക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് ഞാൻ നിങ്ങളോട് സ്കോപ്പ് ഓഫ് ദി മാക്രോ എക്കണോമിക്സ് പറഞ്ഞു. ദെൻ അടുത്ത് ഞാൻ ലാസ്റ്റ് പറഞ്ഞത് ഇമ്പോർട്ടൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് ആണ്. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് മാക്രോ എക്കണോമിക്സ് ഇൻ ക്യാപിറ്റലിസ്റ്റ് എക്കോണമീസ് ആണ്. ക്യാപിറ്റലിസ്റ്റ് എക്കോണമീസ് എന്ന് വെച്ചാൽ ക്യാപിറ്റലിസം അല്ലെങ്കിൽ 3 ടൈപ്സ് ഓഫ് എക്കണോമിക് സിസ്റ്റം ആണ് ഒരു എക്കോണമി പ്രിഫർ ചെയ്യുന്നത്. ഫസ്റ്റ് ഒന്നെന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് എക്കോണമി. നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് സോഷ്യലിസ്റ്റ് എക്കോണമി, ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, മിക്സഡ് എക്കോണമി. ഇന്ത്യ എന്ന് പറയുന്നത് മിക്സഡ് എക്കോണമിയാണ് ചെയ്യുന്നത്. മിക്സഡ് എക്കോണമി. സോഷ്യലിസ്റ്റ് എക്കോണമി എന്ന് പറയുന്നത് പബ്ലിക് അതോറിറ്റി ആയിരിക്കും അത് കൺട്രോൾ ചെയ്യുന്നതും പ്രൈസ് ഡിറ്റർമിനേഷൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആരായിരിക്കും? പബ്ലിക് അതോറിറ്റി ആയിരിക്കും. ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ പ്രൈവറ്റ് ഓൺട്രപ്രണർ ആയിരിക്കും. പ്രൈസ് ഡിറ്റർമിനേഷൻ, മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത് എല്ലാം ആരായിരിക്കും? പ്രൈവറ്റ് അതോറിറ്റി ആയിരിക്കും ക്യാപിറ്റലിസ്റ്റ് എക്കോണമി. മിക്സഡ് എക്കോണമി എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെയും കൂടി മിക്സ് വരുന്നതാണ്. പബ്ലിക്കിന്റെയും പ്രൈവറ്റിന്റെയും രണ്ട് ഇതും കൂടി കൂടിച്ചേരുന്നതാണ്. പ്രൈവറ്റും ഉണ്ട്, പബ്ലിക്കും ഉണ്ട്. എപ്പോഴും പ്രൈവറ്റ് ഓൺട്രപ്രണറുടെ ഒരു മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് എന്തുമായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും. പ്രോഫിറ്റ് മോട്ടീവ് ഇസ് ദ മെയിൻ എയിം. പ്രോഫിറ്റ്, ലാഭമാണ് അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. മാക്രോ എക്കണോമിക്സ് ഇൻ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയെ അതിനെ സെക്ടേഴ്സ് ഓഫ് ദി എക്കോണമിയെ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ 4 സെക്ടേഴ്സ് ആണുള്ളത്. സെക്ടേഴ്സ് ഓഫ് ദി എക്കോണമി. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫേംസ് ആണ്. ഫേംസ് എന്ന് പറയുന്നത് എപ്പോഴും ഓൺട്രപ്രണർ ആയിരിക്കും. ഫേംസ് ഓർ ഓൺട്രപ്രണർ. ഫേംസ് അവരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തുമായിരിക്കും? പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കും. സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഹൗസ് ഹോൾഡ് ആണ്. തേർഡ് എന്ന് പറയുന്നത് എന്തുമായിരിക്കും? ഗവൺമെന്റ് ആണ്. ഫോർത്ത് എന്ന് പറയുന്നത് എന്തുമായിരിക്കും? എക്സ്റ്റേണൽ സെക്ടർ ആണ്.
ഗവൺമെന്റ് അതിൽ ഇന്റർവെൻ ചെയ്യും. എക്സ്റ്റേണൽ സെക്ടർ എന്ന് പറയുന്ന ഒരു എക്കോണമിയിൽ റെസ്റ്റ് ഓഫ് ദി വേൾഡ് വൈഡ് ട്രേഡ് റിലേഷൻസ് കാണും. അതായത് ഓപ്പൺ എക്കോണമി ആയിരിക്കും എപ്പോഴും. എക്സ്റ്റേണൽ സെക്ടറിൽ ഓപ്പൺ എക്കോണമി കാണും. എന്താണ് ഈ ഓപ്പൺ എക്കോണമി? എന്താണ് ഈ രണ്ട് ടൈപ്പ് എക്കണോമിക് ഇതുണ്ട്, ഓപ്പൺ എക്കോണമി, ക്ലോസ്ഡ് എക്കോണമി എന്ന് പറയുന്നത്. ഓപ്പൺ എക്കോണമി ആൻഡ് ക്ലോസ്ഡ് എക്കോണമി, രണ്ട് ടൈപ്പ് എക്കോണമിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓപ്പൺ എക്കോണമി, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ക്ലോസ്ഡ് എക്കോണമി. ഓപ്പൺ എക്കോണമി എന്ന് പറയുന്ന ഓപ്പൺ എക്കോണമി ഈസ് an economy in which there are economic activities between the domestic community and outside. An open economy is an economy in which there are economic activities between the domestic community and outside. ഒരു ഓപ്പൺ എക്കോണമിയിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു റൂം ഓപ്പൺ ആക്കി ഇട്ടാൽ നമുക്ക് ആ റൂമിന് ചുറ്റുമുള്ള എല്ലാ കാഴ്ചകളും നമുക്ക് കാണാനും നമുക്കൊരു റിലേഷൻ ആണ് അവിടെ നടക്കുന്നത്. ക്ലോസ്ഡ് ആണെങ്കിൽ ഒരു റൂം ക്ലോസ്ഡ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ ആ റൂമിനകത്തുള്ള സംഭവങ്ങളെ നമുക്ക് കാണാൻ ഒക്കുന്നുള്ളൂ, പുറത്തുള്ള ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. ഒരു എക്കോണമിയിൽ ഓപ്പൺ എക്കോണമി എന്ന് ഉദ്ദേശിക്കുന്നത് ആ എക്കോണമിക്ക് ഡൊമസ്റ്റിക് കൺട്രിയുമായിട്ട് അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ടാകുന്നത്, മറ്റ് രാജ്യങ്ങളുമായിട്ട് എക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ടാകുന്നത്, എക്സ്പോർട്ട് ഇമ്പോർട്ട് റിലേഷൻ ഇതൊക്കെ നടക്കുന്ന ട്രേഡ് റിലേഷൻസ് നടക്കുന്നതാണ് ഓപ്പൺ എക്കോണമി. ആ എക്കോണമി എല്ലാവരുമായിട്ട് ഒരു ട്രേഡ് റിലേഷനിൽ പോകുന്നതാണ് ഓപ്പൺ എക്കോണമി എന്ന് പറയുന്നത്. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ ആണ് നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ നമ്മൾ തന്നെ നമുക്ക് ചുറ്റും അയൽക്കാരുമായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹകരണം ഉണ്ടെങ്കിൽ നമുക്കൊരു ആപത്ത് വരുമ്പോൾ അവർ നമ്മളെ സഹായിക്കാനായിട്ട് വരത്തുള്ളൂ. നമ്മൾ അടച്ചു കെട്ടി ആരോടും മിണ്ടാതെ ഒന്നും ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു റിലേഷൻ വരുന്നില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ അവരറിയത്ത് പോലും ഇല്ല. അതാണ് ഇന്ന് സമൂഹത്തിൽ നമ്മൾ കാണുന്നത്. എന്തെങ്കിലും ഒരു ആപത്ത് വന്നു കഴിയുമ്പോൾ 2-3 ദിവസമൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ ഇത് അറിയുന്നത്, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചെന്നുള്ളത് അറിയുന്നത്. അപ്പൊ ഒരു എക്കോണമിയുടെ അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇത് പറഞ്ഞത്, ഒരു ചെറിയൊരിത് പറഞ്ഞത്. പക്ഷെ ഇത് ഓപ്പൺ എക്കോണമി എന്ന് പറയുന്നത് എന്തുവാണ്? പരീക്ഷയ്ക്ക് ഇതൊന്നും എഴുതി വെക്കരുത്. പരീക്ഷയ്ക്ക് എന്തുവാണ് എഴുതേണ്ടത്? ഓപ്പൺ എക്കോണമി ചോദിച്ചാൽ ഓപ്പൺ എക്കോണമി ഈസ് ആൻ എക്കോണമി ഇൻ വിച്ച് ദർ ആർ എക്കണോമിക് ആക്ടിവിറ്റീസ് ബിറ്റ്വീൻ ദ ഡൊമസ്റ്റിക് എക്കോണമി ആൻഡ് ദി ഔട്ട്സൈഡ്. ഡൊമസ്റ്റിക് കമ്മ്യൂണിറ്റിയുമായിട്ട് അല്ലെങ്കിൽ ഔട്ട്സൈഡ് കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റിയാണ് നമ്മൾ ഓപ്പൺ എക്കോണമി എന്ന് പറയുന്നത്. ക്ലോസ്ഡ് എക്കോണമി എന്ന് പറയുന്നത് എന്താണ്? ക്ലോസ്ഡ് എക്കോണമി ഈസ് സെൽഫ് സഫിഷ്യന്റ്, മീനിങ് ദാറ്റ് നോ ഇമ്പോർട്ട്സ് ആർ ബ്രോട്ട് ഇൻടു ദ കൺട്രി ആൻഡ് നോ എക്സ്പോർട്ട്സ് ആർ സെൻറ്റ് ഔട്ട് ഓഫ് ദി കൺട്രി. ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ എക്കോണമി സെൽഫ് സഫിഷ്യന്റ് ആയിരിക്കും. ഒന്നിനും മറ്റുള്ള രാജ്യത്തിനെ ആശ്രയിക്കേണ്ടി വരത്തില്ല. സെൽഫ് സഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടും ഇല്ല, ഒരു എക്സ്പോർട്ടും ഇല്ല. അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഇതാണ് ആ ക്ലോസ്ഡ് എക്കോണമി. ക്ലോസ്ഡ് ആയിട്ടുള്ള അവിടെ തന്നെ ഉള്ള ട്രേഡും ഇതൊക്കെ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു എക്കോണമിയാണ് നമ്മൾ ക്ലോസ്ഡ് എക്കോണമി എന്ന് പറയുന്നത്. ക്ലോസ്ഡ് എക്കോണമി ഈസ് സെൽഫ് സഫിഷ്യന്റ്, മീനിങ് ദാറ്റ് നോ ഇമ്പോർട്ട്സ് ആർ ബ്രോട്ട് ഇൻടു ദി country and no exports are sent out of the country. നമ്മൾ ഒരു ലാസ്റ്റ് യൂണിറ്റിൽ ഈ ഓപ്പൺ എക്കോണമി ആൻഡ് ക്ലോസ്ഡ് എക്കോണമിയെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പം ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഈ ഓപ്പൺ എക്കോണമി ആൻഡ് ക്ലോസ്ഡ് എക്കോണമിയെ കുറിച്ച് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ മീനിങ് ഓഫ് മാക്രോ എക്കണോമിക്സ് ഞാൻ പറഞ്ഞു. പിന്നെ ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ്, ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്, ഗ്രേറ്റ് ഡിപ്രഷൻ, സ്കോപ്പ് ഓഫ് മാക്രോ എക്കണോമിക്സ്, ഇമ്പോർട്ടൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്, എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്, സെക്ടേഴ്സ് ഓഫ് ദി എക്കോണമി. ഇത്രയുമാണ് ആ ഒരു ഫസ്റ്റ് യൂണിറ്റിലുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നിങ്ങൾ വായിച്ചു നോക്കണം, നന്നായിട്ട് മനസ്സിലാകുന്നതാണ്. നിങ്ങൾ എന്നിട്ട് വായിച്ചു നോക്കി. അപ്പൊ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ ഇത്രയാണ് നിങ്ങൾക്കുള്ളത്. ഈ ഒരു സെക്ഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് സെക്ഷൻ അടുത്ത ചാപ്റ്റർ ആണ്, നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്നുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ വായിച്ചു നോക്കണം. ഇതിന്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. താങ്ക് യു.